എന്താണ് ജീവിക്കുവാനുള്ള അവകാശം? രാഷ്ട്രീയമായി മാത്രം അത് വകവെച്ച് കിട്ടിയാൽ പോരാ, പാരിസ്ഥിതികമായി കൂടി അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സാമ്പത്തികമായ സുരക്ഷയ്ക്ക് വികസനം ആവശ്യമാണ്. വികസനം മനുഷ്യപ്പറ്റുള്ളതും മനുഷ്യമുഖമുള്ളതുമായിരിക്കണം. ചേരിപ്രദേശങ്ങളെ ഭംഗിയാക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി അപ്രദേശങ്ങളിലെ ജനങ്ങളുടെ മേൽ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുന്നത് ഏതു വികസനത്തിന്റെ ഭാഷയിലായാലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഷയിലായാലും സമ്മതിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. ഈ കാണുന്ന ഒരൊറ്റ പ്രകൃതി വസ്തുവിനും വംശനാശം സംഭവിക്കും വിധം അവയെ നശിപ്പിക്കാനോ ചൂഷണം ചെയ്യാനോ പാടില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മൃഗങ്ങൾ, നാലുകാലിൽ നടക്കുന്നവ, പറവകൾ, ഉരകജീവികൾ ഏതുമാകട്ടെ, അവയെല്ലാം നിങ്ങൾക്കു സേവനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയായതുകൊണ്ട് തന്നെ നിങ്ങൾ അവയുടെ വംശനാശം വരുത്തും വിധം അവയെ ഉപയോഗപ്പെടുത്താനോ ചൂഷണം ചെയ്യാനോ പാടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിച്ചു കിട്ടാൻ വേണ്ടി സൃഷ്ടാവായ അല്ലാഹു ജനതയ്ക്ക് നൽകിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടമാണ് ഈ വിശുദ്ധ വാക്യത്തിലെ പൊരുൾ. തിന്മയെ നന്മ കൊണ്ട് തടയുക, തിന്മയെ അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ടതില്ല, മറിച്ച് നല്ലതുകൊണ്ട് തടയുക. എന്നാൽ ഇതല്ലതി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെ ശത്രുവായ മനുഷ്യൻ പോലും നിന്റെ ആത്മമിത്രമായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ മഹത്തായ തത്വം എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ